KTU 2019 സ്കീം S5 ഈസി കൺട്രോൾ സിസ്റ്റംസിൻ്റെ മൊഡ്യൂൾ 3 തിയറിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം എഫക്റ്റ് ഓഫ് അഡീഷൻ ഓഫ് സീറോസ് ഓൺ റൂട്ട് ലോക്കസ്, അതായത് ഒരു റൂട്ട് ലോക്കസിൽ നമ്മൾ ഒരു സീറോ എക്സ്ട്രാ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു G(h) തന്നിട്ടുണ്ട് K/S × S+1 × S+3. അപ്പോൾ ഈ സിസ്റ്റം അൺസ്റ്റേബിളാണ്, നമുക്ക് ആ ഫിഗറിൽ നിന്ന് മനസ്സിലാവും. നമ്മളതിലേക്കൊരു സീറോ ആഡ് ചെയ്യാണ് S=-3. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ K/S × S+1 എന്നുള്ള ഫോമിലേക്ക്. അപ്പോൾ നമ്മളതിൻ്റെ റൂട്ട് ലോക്കസ് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റേബിൾ സിസ്റ്റം അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒരു സീറോ ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു അൺസ്റ്റേബിൾ സിസ്റ്റത്തിനെ സ്റ്റേബിളാക്കാൻ പറ്റി. അതാണ് നമ്മളവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു മാഗ്നറ്റിക് ആൻഡ് ഫേസ് ക്രൈറ്റീരിയയുടെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കുക. അടുത്താണ് നമുക്ക് ബിവോ സ്റ്റെബിലിറ്റി എന്താണെന്ന് നോക്കാം. നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ബൗണ്ടഡ് ആണ്, ഒരു പർട്ടിക്കുലർ റീജിയനുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അതുപോലെ തന്നെ ബൗണ്ടഡ് ആയിരിക്കും. അതായത് നമ്മളൊരു എക്സ്ട്രീം സിഗ്നൽ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ഔട്ട്പുട്ട് എക്സ്ട്രീമിലേക്ക് പോകുള്ളൂ എന്നാണ് ബിവോ സ്റ്റെബിലിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇപ്പോൾ ഒരു സിസ്റ്റം നോർമലായിട്ടുള്ള എല്ലാ ഇൻപുട്ടുകൾക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് തരികയാണെങ്കിൽ നമുക്കത് ബിവോ സ്റ്റേബിളാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു സിസ്റ്റം എല്ലാ റേഞ്ച് ഓഫ് വാല്യൂസിനും സ്റ്റേബിളായിട്ട് കാണിക്കുകയാണെങ്കിൽ അതിനാണുള്ള അബ്സല്യൂട്ട് സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡെഫിനിഷൻസായിട്ട് പാർട്ട് എയിൽ 3 മാർക്സിന് ചോദിക്കാറുള്ളതാണ്. അടുത്തായിട്ട് എഫക്റ്റ് ഓഫ് ആഡിങ് പോൾ ടു എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം. അപ്പോൾ നമ്മൾ ആദ്യം സീറോസ് ആഡ് ചെയ്യുമ്പോൾ എഫക്റ്റ് പഠിച്ചു, ഇനി പോൾ ആഡ് ചെയ്യുമ്പോൾ എഫക്റ്റാണ്. അപ്പോൾ ഓൾറെഡി നമുക്കൊരു G(f)s അവിടെ തന്നിട്ടുണ്ട്. ആ സിസ്റ്റം സ്റ്റേബിളാണ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്കൊരു പോൾ ആഡ് ചെയ്യണം S=0. അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ ഫിഗറിലെ സിസ്റ്റം അൺസ്റ്റേബിളായിട്ട് കാണാം. അപ്പോൾ നമ്മളെ പോൾ ആഡ് ചെയ്യുമ്പോൾ സ്റ്റേബിളായുള്ള സിസ്റ്റം ഇവിടെ അൺസ്റ്റേബിൾ ആവുകയാണ് ചെയ്യണത്. അതുപോലെ പോൾ ആഡ് ചെയ്യുമ്പോൾ ഡാമ്പിങ് കൂടുകയും പെർസെൻറ്റേജ് ഓവർഷൂട്ട് കുറയുകയാണ് ചെയ്യുക സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ റൈസ് ടൈമും സെല്ലിംഗ് ടൈമും കൂടും, സ്റ്റെബിലിറ്റി കുറയുകയും ചെയ്യും. അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് PI, PD ആൻഡ് PID കൺട്രോൾസ് എന്താണെന്ന് നോക്കാം. നമുക്ക് എററിനെ കൺട്രോൾ ചെയ്താൽ ആ ട്രാൻസ്ഫർ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എററിനെ കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ആ സിസ്റ്റം കൺട്രോൾ ചെയ്യാമെന്നുള്ള പല മെത്തേഡുകളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെയാണ് പ്രൊപ്പോർഷണൽ കൺട്രോളർ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് സിഗ്നലാണ് നമുക്ക് ഉണ്ടാവുക. ഇത് സിസ്റ്റത്തിൻ്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ സെൻസിറ്റിവിറ്റിനെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അടുത്തായിട്ട് പ്രൊപ്പോർഷണൽ ആൻഡ് ഇൻറ്റഗ്രൽ കൺട്രോളർ. ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിൽ 2 കമ്പോണൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 ടേം ഉണ്ടാവും. ഒന്ന് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ടും മറ്റേത് ഇൻറ്റഗ്രൽ ടു ദ ഇൻപുട്ട് ആയിരിക്കും. അതായത് നേരത്തെ പറഞ്ഞ പ്രൊപ്പോർഷണൽ കൺട്രോളിൻ്റെ കൂടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ട് കൂടി ഇതിനകത്ത് എക്സ്ട്രാ വരും. ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഇനി ഇതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഡെറിവേറ്റീവ് പാർട്ട് കൂടി വരുന്നതാണ് പ്രൊപ്പോർഷണൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഡാമ്പിംഗ് ഒക്കെ കൂട്ടാൻ പറ്റും, അതുപോലെ ഓവർഷൂട്ട് കുറയാണ് ചെയ്യണേ. ഇനി ഇത് 3 കൂടി ചെയ്യുന്നതാണ് പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻറ്റഗ്രൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോൾ, അതായത് PID കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ കൺട്രോളറുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് വേണ്ട ഒരു സിസ്റ്റത്തിനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമുക്ക് വേണ്ട ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പം അങ്ങനെ മൈന്യൂട്ടായിട്ട് ഓരോ എലമെൻറ്റുകൾ കൺട്രോൾ ചെയ്യാനും നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോളേഴ്സുകളാണ് ഇതെല്ലാം. നമുക്കിത് എക്സാമിന് ചോദിക്കേണ്ടതാണ്. ലാസ്റ്റ് നമ്മൾ റൂട്ട് ലോക്കസിൻ്റെ കൺസ്ട്രക്ഷനും പ്രോപ്പർട്ടീസൊക്കെയാണ് എഴുതി വെച്ചത്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ചെയ്ത സ്റ്റെപ്പുകൾ തന്നെയാണ്. നമ്മൾ അതേ ഓർഡറിൽ തന്നെ അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ PI, PID കൺട്രോളർ വൃത്തിയായിട്ട് നോക്കണം. എഫക്റ്റ് ഓഫ് അഡീഷൻ ഓഫ് പോൾസ് ആൻഡ് സീറോസ് അതെല്ലാം വൃത്തിയായിട്ട് നോക്കി വെക്കണം.